അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ SSLCക്ക് എന്താണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ SSLC ബയോളജിയിലുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം മിസ് ആദ്യം ചെയ്യുന്നുണ്ടാവുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് ആദ്യം പിക്ക് ഔട്ട് ചെയ്ത് ചെയ്യുന്നുണ്ടാകും. അതിനുശേഷം ATR മിസ് സെക്കൻഡ് ചാപ്റ്ററിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് കാണാം. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എവിടെ പോയി എന്ന് കരുതി ടെൻസ്ഡ് ആവണ്ട, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ATR മിസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ റോൺ കോഡ് പാറ്റേൺ സീൻ ഇൻ സം കാറ്റൽസ് ആൻഡ് ഹോഴ്സസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. എന്താ പറയുന്നത്, നമ്മളുടെ ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോഡോമിനൻസ് എന്താണ് ഒരു ഉദാഹരണം, കോഡോമിനൻസിന് ഒരു ഉദാഹരണമാണ്. ആ ഒരു റോൺ കോഡ് പാറ്റേൺ എന്താണ് കോഡോമിനൻസിന് ഉദാഹരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാമല്ലോ, അതിൻ്റെ റീസൺ എന്താ പറയുന്നത്, ദി അലീൽ ഫോർ ദ ഡോമിനൻറ്റ് ട്രേറ്റ് കനോട്ട് കംപ്ലീറ്റ്ലി മാസ് ദ അലീൽ ഫോർ റെസസീവ് ട്രേറ്റ്. അതായത് പ്രകട ഗുണത്തിൻ്റെ അലീലിന് ഗുപ്ത ഗുണത്തിൻ്റെ അലീലിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ടും ഒളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം പറയുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ശരിയാണ് അല്ലേ. കോഡോമിനൻസിന് ഉദാഹരണമാണ് നമ്മുടെ റോൺ കോഡ് പാറ്റേൺ നമ്മുടെ ഹോഴ്സസിലും കാറ്റൽസിലും കന്നുകാലികളിലും കുതിരകളിലും കാണുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്, കോഡോമിനൻസിന്റെ റീസൺ അല്ല എന്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് അല്ല, സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് അല്ല, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ബട്ട് ദ റീസൺ ഇസ് ഇൻകറക്റ്റ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് അല്ലെ പ്രസ്താവന ശരിയാണ് പക്ഷേ കാരണം തെറ്റാണ്. അതായത് മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്കിവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത ഒന്നാമത്തെ ഒരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് റിലേറ്റഡ് ടു ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA mRNA ആവുകയാണ്, mRNA പ്രോട്ടീൻ ആവുന്ന ട്രാൻസ്ലേഷൻ. അപ്പോൾ നമുക്കിവിടെ DNA mRNA ആയി മാറുന്ന ഈ ഒരു പ്രക്രിയയാണ് നമ്മളുടെ എന്ത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇതിന് നേരെ തിരിച്ചു ചോദിച്ചാലോ, നമ്മുടെ mRNA പ്രോട്ടീനായിട്ട് മാറുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ട്രാൻസ്ലേഷൻ. ഇങ്ങനെ ചോദിച്ചാൽ എൻ്റെ കുട്ടിയൊക്കെ എഴുതാൻ കിട്ടണം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നിന്ന് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ടോളും ഉണ്ട് റൗണ്ട് സീഡും ഉണ്ട്, ഇവിടെ ഡ്വാഫും ഉണ്ട് റിങ്കിൾഡ് സീഡും ഉണ്ട്. ഓക്കെ, ചോദ്യം എന്താ, കംപ്ലീറ്റ് A ആൻഡ് B. അപ്പം എയും ബിയും നോക്കിയ മക്കളെ, എ ഇവിടെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ദേ സ്മോൾ ടി സ്മോൾ ആർ അല്ലേ. ആൻഡ് ഇവിടുത്തെ ഗ്യാമേറ്റ്സ് എന്ത് എഴുതാം, ക്യാപിറ്റൽ T ക്യാപിറ്റൽ R. അപ്പോൾ നമുക്ക് എയും ബിയും സെറ്റായി. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ F1 പ്ലാന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ 2 ഡിഫറെൻറ്റ് ട്രേറ്റുകൾ വരുമ്പോൾ ഒരാൾ ഡോമിനേറ്റ് ചെയ്യും, മറ്റേ ആൾ റെസസീവ് ആയി കിടക്കും, ഹിഡൻ ആയി കിടക്കും. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്, ടോളാണ് ഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ ടോൾ പ്ലാന്റ് ആണ് വിത്ത് റൗണ്ട് സീഡ്, ടോൾ പ്ലാന്റും റൗണ്ട് സീഡും അല്ലേ. നമ്മുടെ ഉയരം കൂടിയ ചെടി എന്താണ്, ഉരുണ്ട വിത്തുമാണ് ഉള്ളത്. റെഡി അല്ലേ. ഓക്കെ, ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ നമ്മളുടെ 2 RNAകളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ചോദ്യം എന്താണ്, ഐഡന്റിഫൈ ആൻഡ് നെയിം ദ RNAs X and Y. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഷേപ്പ് കണ്ടാൽ അറിയാം ഇത് നമ്മുടെ tRNA ആണ്. റെഡി, ഇത് നമ്മുടെ റൈബോസോമിൻ്റെ അകത്തുള്ള RNA ആയതുകൊണ്ട് ദിസ് ഇസ് റൈബോസോമൽ RNA. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഫങ്ഷൻസ് എഴുതാനാണ്. ബി പാർട്ട് എന്താണ്, ഇവരുടെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് എഴുതാൻ. അപ്പോൾ റൈബോസോമൽ RNA എന്താണ് ചെയ്യുക, നമ്മുടെ അമിനോ ആസിഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് tRNA ആണെങ്കിൽ എന്താ ചെയ്യുക, അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് എവിടെ എഴുതിയിട്ടുണ്ട്, ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ അമിനോ ആസിഡ് ആണ് റൈബോസോമൽ RNAയുടെ ഫംഗ്ഷൻ. അമിനോ ആസിഡുകളെ തമ്മിൽ ബോണ്ട് രൂപീകരിക്കാൻ സഹായിക്കുന്നു. ആൻഡ് tRNA ആണെങ്കിലോ ട്രാൻസ്ഫർ അമിനോ ആസിഡ്സ് ടു ദ റൈബോസോം. എന്ത് ചെയ്യുന്നുണ്ട്, അമിനോ ആസിഡുകളെ നമ്മുടെ റൈബോസോമുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഈ സെക്സ് ക്രോമസോം സൊമാറ്റിക് ക്രോമസോം ഇവിടുന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അയ്യോ, മിസ് ആൻസർ പറഞ്ഞോ.
ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് എ പേഴ്സൺ ഇസ് ഗിവൺ ബിലോ, അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ 44 എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ XX എന്ന് പറയുന്നത് എന്താണ്. നമ്മുടെ 2 ടൈപ്പ് ക്രോമസോംസ് ആണ് അല്ലേ. അപ്പം 44 എന്ന് പറയുന്നത് നമ്മുടെ സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോം ആണ്. ആൻഡ് XX എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സെക്സ് ക്രോമസോം ആണ്, സെക്സ് ക്രോമസോം ആണ്. ഇനി ഇഫ് ദ പേഴ്സൺ വിത്ത് ദിസ് ജനറ്റിക് സ്ട്രക്ചർ ഇസ് മെയിൽ ഓർ ഫീമെയിൽ, ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി ആണോ പെണ്ണോ, എന്തുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും XX ആയതുകൊണ്ട് ഇത് എന്താണ്, ഇത് ഫീമെയിൽ ആണ് അല്ലെങ്കിൽ സ്ത്രീയാണ് അല്ലേ. ഫീമെയിൽ ആണ്, കാരണം എന്താണ്, 2 X ക്രോമസോം ഉള്ളത് ആർക്കാണ്, സ്ത്രീകൾക്കാണ്. അത് പുരുഷനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആണായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മെയിൽ ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു, നമ്മുടെ സെക്സ് ക്രോമസോം XY ആവുമായിരുന്നു. അതും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ആ ഒരു ക്രോമസോംസിൻ്റെ ബേസിസിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗിവ് ദ റീസൺ. എന്താണ്, വൈ ക്രോമസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ എംബ്രിയോ. നമ്മുടെ പുരുഷ ഭ്രൂണത്തെ ആരാണ് ഉണ്ടാക്കുന്നത്, ആരാണെന്നാണ് പറയുന്നത്, നമ്മളുടെ വൈ ക്രോമസോം ആണ്. പുരുഷ ഭ്രൂണത്തെ മാറ്റിയെടുക്കുന്നത് വൈ ക്രോമസോമിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ. അതിൻ്റെ റീസൺ എന്താ, നമ്മുടെ SRY ജീൻ. ഈ SRY ജീനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെയിൽ എംബ്രിയോസിൽ ടെസ്റ്റീസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, വെൻ ടോൾ പ്ലാന്റ്സ് വിത്ത് റെഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ. ഓക്കെ, അതിന് എന്തോ ആയിട്ട് ക്രോസ് ചെയ്യാണ്, ഷോർട്ട് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്യാണ്. അങ്ങനെ ആയപ്പം അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ, 2ാം തലമുറയിൽ എന്താണ്, ചില പ്ലാന്റ്സ് ടോൾ വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് അല്ലേ. നമ്മുടെ മെൻ്റലിൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വേരിയേഷൻസ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ടോൾ വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ് കിട്ടി. അതിൻ്റെ റീസൺ എന്താ, നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അല്ലേ. നമ്മുടെ ലൈവിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്സിൻ്റെയും ETR മിസ്സിൻ്റെയും ചായക്കട വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രൺബീർ കപൂറും ആലിയയുടെയും വെച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് SRY ജീൻ. SRY ജീനാണ് ടെസ്റ്റീസ് രൂപപ്പെടാൻ അല്ലെങ്കിൽ വൃഷണം ഉണ്ടാവാൻ കാരണം. രണ്ടാമത്തത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ്. വെൻ 2 or more different traits are combined, each trait inherited independently. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഓരോന്ന് എന്താണ്, അടുത്ത തലമുറയിലേക്ക് പോകുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, വിത്തൗട്ട് മിക്സിങ് വിത്ത് ഈച്ച് അതർ. എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കൂടിക്കലരാതെ എന്ത് ചെയ്യുന്നു, സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും മാത്രമേ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. നോക്കിക്കേ മക്കളെ, ഇൻ ഹ്യൂമൻസ് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ലൈക്ക് A, B, O ആർ സീൻ. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ, ഡിഫറൻസ് ഇൻ ഹ്യൂമൻ സ്കിൻ കളർ ഇസ് നോട്ട് ഡ്യൂ ടു റേസ് ബട്ട് ഡ്യൂ ടു ജെനറ്റിക്സ് അല്ലേ. ഒന്നാമത്തെ പ്രസ്താവന, മനുഷ്യനിൽ ABO എന്നിങ്ങനെ വ്യത്യസ്ത രക്തഗ്രൂപ്പുകൾ കാണപ്പെടുന്നു. രണ്ടാമത്തത്, മനുഷ്യരെ ത്വക്കിൻ്റെ നിറവ്യത്യാസം വർഗ്ഗപരമല്ല, പകരം എന്താണ്, ജനിതകപരമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ജനറ്റിക് ഫിനോമിന റിലേറ്റഡ് ടു ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഒന്നിലധികം ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, സാധാരണ നമ്മൾ പറയും നമുക്ക് സാധാരണ എന്താണ് 2 അല്ലീൽസ് ആണ് ഒരു ജീനിന്. പക്ഷെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നതിൽ നമുക്ക് എന്താണ്, മൾട്ടിപ്പിൾ അല്ലീൽസ് ഉണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ അല്ലീൽസ് ആണ് ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവാനുള്ള കാരണം. മൾട്ടിപ്പിൾ അല്ലിലിസം എന്ന് പറയുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. ഇനി ഡിഫറൻസ് ഇൻ സ്കിൻ കളറിന് കാരണം എന്താണ്, നമ്മുടെ സ്കിൻ കളർ തീരുമാനിക്കാൻ നമുക്ക് എന്താണ്, ഒരു ജീനല്ല, പകരം മൾട്ടിപ്പിൾ ജീൻസ് ആണ്. അതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ 2 ഫിനോമിനനാണ് നമുക്ക് എന്തിന് കാരണം, നമ്മുടെ ഈ 2 കാര്യങ്ങൾക്ക് കാരണം. ഇത് മെൻ്റലിൻ്റെ ഇൻഹെറിറ്റൻസിൽ നിന്നുള്ള വേരിയേഷനാണ്. ദെൻ അടുത്തത് എന്താ, എക്സ്പ്ലെയിൻ ദീസ് ഫിനോമിനൻ ഇൻ കണക്ഷൻ വിത്ത് ദ അബൌവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ അല്ലെലിസവും പോളിജെനിക് ഇൻഹെറിറ്റൻസും. അപ്പം മൾട്ടിപ്പിൾ അല്ലെലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ജീൻസ് ദാറ്റ് ഡിറ്റർമൈൻ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഹാസ് മോർ ദാൻ 2 അലീൽസ്. ഏതൊക്കെയാണ് നമ്മുടെ അലീൽസ്, IA, IB ആൻഡ് സ്മോൾ I. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് അലീൽസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തുള്ളത്, അവരുടെ കോമ്പിനേഷൻസ് ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ്സിന് കാരണം. ദെൻ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ജീൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജീൻസിൻ്റെ ആക്ഷൻ പ്രകാരമാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷനിൽ വ്യത്യാസം ഉണ്ടാവുന്നത്. വേരിയേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ ദാറ്റ് കോസ് ഡിഫറൻസ് ഇൻ സ്കിൻ കളർ.
ഇപ്പോൾ ഒരു ജീൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. പക്ഷെ ഇവിടെ ഒന്നിലധികം ജീൻസ് ഉള്ളത് കൊണ്ട് അവരുടെ കോമ്പിനേഷൻസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, പല പല സ്കിൻ കളർ കിട്ടും. അതായത് അവരുടെ കോമ്പിനേഷൻ മാറുന്നതിനനുസരിച്ച് മെലാനിൻ പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തിലും വ്യത്യാസം വരും. അതാണ് നമ്മുടെ സ്കിൻ കളറിൽ വ്യത്യാസം വരുത്തുന്നത്. ഇനി നോക്കിക്കേ, മൾട്ടിപ്പിൾ എലീൽസ് എന്ന് പറഞ്ഞാൽ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ എത്രയുണ്ട്? 2ൽ കൂടുതൽ എലീലുകളുണ്ട്. IA, IB, സ്മോൾ I. ഓക്കെ. ഇനി പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ത്വക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ നിറവ്യത്യാസത്തിന് കാരണം. ഓക്കെ. അല്ലാതെ ഈ വർഗമാണെങ്കിൽ ഈ കളർ, ഈ വർഗമാണെങ്കിൽ ആ കളർ, അങ്ങനെയല്ല. അത് നമ്മളുടെ ജീൻസ് എങ്ങനെയാണോ കമ്പൈൻ ചെയ്തിരിക്കുന്നത്, ഓക്കെ, അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് മെലാനിൻ പിഗ്മെന്റിലുള്ള പ്രൊഡക്ഷനിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ടോപ്പിക് ഓഫ് സെമിനാർ എന്താണ്? ജെനറ്റിക്സ് അല്ലേ? നമ്മുടെ ജീവന്റെ ബ്ലൂ പ്രിന്റ്, ജനിതക ശാസ്ത്രം എന്നുള്ളതാണ് നമ്മളുടെ ജെനറ്റിക്സ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ്. ജീവന്റെ ജനിതക ശാസ്ത്രം, ജീവന്റെ ബ്ലൂ പ്രിന്റ്, അതാണ് നമ്മുടെ സെമിനാറിന്റെ ടോപ്പിക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഹിൻസ് ഫോർ ദ പ്രസന്റേഷൻ ആർ ഗിവൻ. നമ്മളോട് ഷോർട്ട് എക്സ്പ്ലനേഷൻ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നത്. ഒന്നാമത്തത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റി എന്താണ്? ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ ഇൻഹെറിറ്റഡ് ഫ്രം ആ പാരൻസ്, അതിനാണ് ഹെറിഡിറ്റി എന്ന് പറയുക. വേരിയേഷൻ എന്ന് പറയുമ്പം നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഓഫ് സ്പ്രിങ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദെയർ പാരൻസ്, അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സ് ഷോയിങ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഫ്രം ദെയർ പാരൻസ്, അതാണ് വേരിയേഷൻ. ദെൻ നമ്മളുടെ പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അതേ ഗുണങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് കിട്ടുന്നതിനെ പാരമ്പര്യമെന്നും മാതാപിതാക്കളിൽ നിന്നുള്ള വ്യത്യസ്ത ഗുണങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് കിട്ടുന്നതിനെ വ്യതിയാനങ്ങളെന്നും പറയും. ഇനി ജീൻ ആൻഡ് അലീൽ എന്ന് പറഞ്ഞാൽ ജീൻ ഇസ് എ സെഗ്മെന്റ് ഓഫ് DNA അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ എ പ്രോട്ടീൻ ഫോർമേഷൻ അല്ലേ, അല്ലെങ്കിൽ വിച്ച് ഇസ് കോഡിങ് ഫോർ എ പ്രോട്ടീൻ. സെഗ്മെന്റ് ഓഫ് DNA വിച്ച് കോഡിങ് ഫോർ പ്രോട്ടീൻ, അതിനെ നമുക്ക് ജീൻ എന്ന് വിളിക്കാം. ജീനിന്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ജീൻ ഇസ് അലീൽ. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീൽ എന്ന് വിളിക്കാം. ഇനി എന്താണ് ഫീനോടൈപ്പും ജീനോടൈപ്പും? ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആർ കോൾഡ് ഫീനോടൈപ്പ് ആൻഡ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം ഇസ് കോൾഡ് ജീനോടൈപ്പ്. ഓക്കെ, മിസ് ഇവിടെ എഴുതിയത് തന്നെയാണ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടർ ഫ്രം പാരൻസ് ടു ഓഫ് സ്പ്രിങ്. ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ് സ്പ്രിങ് ദാറ്റ് ആർ ഡിഫർ ഫ്രം ദിയർ പാരൻസ്. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് നമ്മുടെ ജീനാണ്. ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA വിച്ച് കോഡ് ഫോർ പ്രോട്ടീൻ. ആൻഡ് അലീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദീസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ജീൻ ആർ കോൾഡ് അലീൽ. നമ്മുടെ DNA-യുടെ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ അലീൽ എന്ന് വിളിക്കുക. ഇനി അടുത്തത് ഫീനോടൈപ്പും ജീനോടൈപ്പും. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇതാ ജീൻ എന്ന് പറഞ്ഞാൽ DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണി. അലീൽ എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും. ആ വ്യത്യസ്ത തരങ്ങളെ അലീൽ എന്ന് പറയും. ഇനി ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകട രൂപത്തെ ഫീനോടൈപ്പ് എന്നും ഇതിന് കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നും പറയുന്നു. ഓക്കെ, ഇതേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് എ ക്രോമസോം ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന Pയും Qയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം P ക്രോമാറ്റിഡ് ആണ് ആൻഡ് Q എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രോമിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ക്രോമസോം ഫോം ചെയ്യുന്നത്? ബൈ DNA ആൻഡ് പ്രോട്ടീൻ. DNA പ്രോട്ടീൻ ചേർന്നിട്ട് എങ്ങനെയാണ് ഈ സ്ട്രക്ചർ രൂപപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം DNA റാപ്പ് അറൗണ്ട് ദ ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ DNA ഇങ്ങനെ ചുറ്റുന്നു. അപ്പോൾ ന്യൂക്ലിയോസോം ആവും. ന്യൂക്ലിയോസോമിന്റെ കോയിലിംഗ് ആൻഡ് റീകോയിലിംഗ് ആണ് എന്തിന് കാരണമാവുന്നത്? നമ്മുടെ ഈ പറയുന്ന ക്രോമസോം ഉണ്ടാവാൻ കാരണമാവുന്നത്. സോ DNA റാപ്പ് അറൗണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ആൻഡ് ഫോം ന്യൂക്ലിയോസോം. കോയിലിംഗ് ആൻഡ് റീകോയിലിംഗ് ഓഫ് ന്യൂക്ലിയോസോം റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്രോമസോം. ഓക്കെ, സോ DNA ഇഴകൾ ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ ചേർത്ത് ചുരുളുകളാക്കിയും ആ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോം ഉണ്ടാവുന്നത്. റെഡി? ഇനി നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? സിമ്പിൾ ആയിട്ടുള്ള ആളാണ്. എന്താണ്? വാട്ട് ഡസ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? നമുക്ക് ഒറ്റയടിക്ക് പറയാം, ഇത് നമ്മുടെ DNA-യുടെ ആ ഒരു ന്യൂക്ലിയോടൈഡാണ്, അല്ലെ DNA-യുടെയും RNA-യുടെയും ബേസിക് യൂണിറ്റായ ന്യൂക്ലിയോടൈഡാണ്. ഇനി വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് മോളിക്യൂൾ X?
കണ്ടോ മിസ് എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, എല്ലാ വീഡിയോസിലും ലൈവിലും മിസ് പറഞ്ഞിട്ടുണ്ട്, ഈ എക്സിൻ്റെ ഫംഗ്ഷൻ ചോദിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് അല്ലേ. ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് എഡ്ജസൻറ്റ് ന്യൂക്ലിയോടൈഡുകളെ, തൊട്ടടുത്തുള്ള ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത്. ഇനി ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് വൈ ആൻഡ് സെഡ്. ഹൗ ഇസ് വൈ ഡിഫറെൻറ്റ് ഇൻ DNA ആൻഡ് RNA? അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളോട് DNA-യിലുള്ളതെന്ന് പറഞ്ഞിട്ടില്ല, അത് നമ്മുടെ ഷുഗർ മോളിക്യൂളാണ്. DNA-യിലാണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ, RNA-യിലാണെങ്കിൽ റൈബോ ഷുഗർ. ആൻഡ് Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ നൈട്രജൻ ബേസ് ആണ്. നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് വൈ RNA-യിലും DNA-യിലും ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? അതാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. DNA-യിലാണെങ്കിൽ എന്താണ്? DNA-യിലാണെങ്കിൽ വൈ ഡിയോക്സി റൈബോ ഷുഗറും RNA-യിലാണെങ്കിൽ വെറും റൈബോ ഷുഗറുമാണ്. Z-ൻ്റെ കാര്യത്തിലാണെങ്കിലോ DNA-യിലാണെങ്കിൽ തൈമിൻ, RNA-യിലാണെങ്കിൽ യുറാസിൽ, ബാക്കി 3 എണ്ണം സെയിം ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലിങ്കിങ് ഓഫ് ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു. ഓക്കെ, ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. നമ്മുടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അടിപൊളിയായിട്ട് എഴുതാം. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് 4 മാർക്ക് സെക്ഷൻ. എ പ്രോസസ് ദാറ്റ് കോസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം ഇസ് ഷോൺ ബിലോ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ ഈ പ്രോസസ്സ്? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ പ്രോസസ്? Simple, crossing over. And in which cell division does this process takes place? Meiosis അല്ലെങ്കിൽ ഊനഭംഗം. List the activities that takes place in the stage 1 and 2. ഇവിടെയും നടക്കുന്ന ആക്ടിവിറ്റി എഴുതാം. How does this process lead to variation? അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ക്രോസിംഗ് ഓവർ ആണ്. മിയോസിസ് എന്ന് പറയുന്ന വിഭജന ഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ഇനി സ്റ്റേജ് 1-ൽ എന്താ നടക്കുന്നത്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്, നമ്മുടെ സമരൂപ ക്രോമസോമുകളുടെ ജോഡി ചേരലാണ് ഒന്നാമത്തെ സ്റ്റേജിൽ നടക്കുന്നത്. സ്റ്റേജ് 2-ൽ എന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ പെയർഡ് ക്രോമസോം ഇസ് കയാസ്മ. ഇവിടെ ക്രോസ് ഓവർ ചെയ്യുന്നു, ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ടിനെ കയാസ്മ എന്ന് പറയുന്നു. ആ ഭാഗം മുറിഞ്ഞ് മറ്റൊരു ക്രോമസോമിന്റെ ഭാഗമാവുന്നു, അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് വ്യതിയാനങ്ങൾക്ക് കാരണമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് എക്സ്ചേഞ്ച് കോസ് റീകോമ്പിനേഷൻ ഓഫ് എലീൽസ് അല്ലേ, പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാകും. ദിസ് ലീഡ്സ് ടു ദ അപ്പിയറൻസ് ഓഫ് ന്യൂ ട്രീറ്റ്. ഇതെന്താണ്? പുതിയൊരു ട്രീറ്റ് ഉണ്ടാവാൻ കാരണമാവുന്നു. സോ എന്താണ് സ്റ്റേജ് 1-ലും സ്റ്റേജ് 2-ലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. സമരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ജോഡി ചേരുന്നു. ഈ സമരൂപ ക്രോമസോം എങ്ങനെയുണ്ടായത്? ഒന്ന് അച്ഛൻ്റെയും ഒന്ന് അമ്മയുടെയും. രണ്ടാമത്തെ സ്റ്റേജിൽ ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു. ഈ ഭാഗത്ത് വെച്ച് ക്രൊമാറ്റിഡുകൾ മുറിയുന്നു, മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവം രൂപപ്പെടാൻ കാരണമാകുന്നു. അങ്ങനെയാണ് ഇത് എന്തുണ്ടാക്കുന്നത്? വേരിയേഷൻ ഉണ്ടാക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന്, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബാക്കി ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ATRMS ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടെ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതേ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു 40 മാർക്ക് നമ്മുടെ ബയോളജിയിൽ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ഫുൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അടുത്ത നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ATRMS അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഹലോ മക്കളെ, അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മളത് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പാത്ത് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. കാരണം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്രാവശ്യം നമുക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഓരോ പോർഷനും നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഇവിടെ നമുക്കൊരു അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഓരോ സയൻറ്റിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തോമസ് മാൽത്യൂസ് എന്താണ് മക്കളെ? പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കോസിങ് ദ നാച്ചുറൽ റിസോഴ്സസ് അല്ലേ ടു ബിക്കം ലിമിറ്റഡ്. അതായത് എന്താണ്? നമ്മുടെ ജനസംഖ്യ വർധനവ് പ്രകൃതിയിലെ വിഭവങ്ങൾ പരിമിതമാകുന്നതിന്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ കുറയുന്നതിന് കാരണമാകുന്നു എന്ന് പറഞ്ഞു അല്ലേ? കറക്റ്റാണ് അല്ലേ? അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ചാൾസ് ഡാർവിൻ, അദ്ദേഹമാണിത് അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഇത്, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മിസ്സിന് സംസാരിക്കാൻ കുറച്ച് പ്രയാസം കിട്ടും, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്, അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ്, അതായത് എന്താണ് മക്കളെ? സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണം സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇത് അദ്ദേഹത്തിന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തോമസ് മാൽത്യൂസ് സെക്കൻഡ് ഓപ്ഷൻ, ചാൾസ് ഡാർവിൻ ഏതാണ് വരുന്നത്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത്
ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ് ആൻഡ് ദോസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. പ്രൈമേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ തമ്പ് വിൽ നോട്ട് ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് തന്നെ തെറ്റാണ് അല്ലേ. അവരുടെ തമ്പ് നമ്മളെ പോലെ തന്നെ എന്താണ്, ബാക്കിയുള്ള വിരലുകളുടെ ഓപ്പോസിറ്റ് പൊസിഷൻ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ബാക്കി ബൈനോക്കുലർ ട്രൈ ഡയമെൻഷണൽ വിഷൻ, അതായത് എന്താണ്, നമ്മുടെ ദ്വിനേത്ര, നമ്മുടെ 3 ഡയമെൻഷൻ ആണല്ലോ. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3D ആയിട്ടാണ് അവരെന്ത് ചെയ്യുക, ഇമേജസ് ഒക്കെ കാണാൻ കറക്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ലിവ് ഇൻ ഗ്രൂപ്പ്സ്, അവരെന്താണ് ഗ്രൂപ്പുകളായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 പോയിന്റ്സും എന്താണ് മക്കളെ, കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. റെഡി. അപ്പോൾ അതുകൊണ്ട് 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റെഡി. ഇനി അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇലക്ട്രിക് ചാർജ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എ നെർവ് സെൽ ഈസ് ഇല്ലസ്ട്രേഷൻ ബിലോ. ഓക്കെ, അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് മക്കളെ നന്നായിട്ട് നോക്കി വെച്ചോ. ഇത് നമ്മുടെ എന്താണ്, ഒരു നോൺ സ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റിലുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. അതായത് സ്റ്റിമുലേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല, ഉദ്ദീപിക്കപ്പെടാത്ത അവസ്ഥയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വാട്ട് ചേഞ്ച് ഒക്കർ ഇൻ ദ സ്റ്റേറ്റ് വെൻ സ്റ്റിമുലേറ്റഡ്. അതായത് ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ സംഭവിക്കുക, ഇപ്പോഴൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെന്താണ് മക്കളെ, പുറത്ത് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ, ഉള്ളിലാണെങ്കിൽ നെഗറ്റീവ് ചാർജ്. അവിടെ ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, നേരെ ഓപ്പോസിറ്റ് ആവും അല്ലേ. അതെന്തായിരിക്കും, പുറത്ത് മൊത്തം നെഗറ്റീവ് ആവും, അതേപോലെ തന്നെ ഉള്ളിൽ മൊത്തം എന്തായിരിക്കും, പോസിറ്റീവ് ആവും അല്ലേ. അപ്പോൾ അതെല്ലാം അവിടെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ, ഔട്ട്സൈഡ് അല്ലേ, പുറത്തുനിന്നുള്ള എന്തായിരിക്കും, നെഗറ്റീവ്ലി ചാർജഡ് ആവും, ഇൻസൈഡ് എന്നുള്ളത് എന്തായിട്ട് മാറും, പോസിറ്റീവ്ലി ചാർജഡായിട്ട് മാറും. ഇനി അടുത്തതാണ് ഹൗ ഡസ് ദിസ് ചേഞ്ച് റിസൾട്ട് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അതായത് ഈ മാറ്റം ആവേഗങ്ങളുടെ പ്രേഷണത്തിന് കാരണമാകുന്നത് എങ്ങനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് കാരണമാകാം, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ദീപനം വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നേരെ തൊട്ടടുത്തുള്ള ആൾക്കാർ അത് സ്റ്റിമുലേറ്റ് ചെയ്യിക്കും അല്ലേ. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നേരെ തൊട്ടടുത്ത ആൾക്കാർക്ക് അത് സ്റ്റിമുലേറ്റ് ചെയ്യും, അതിങ്ങനെ നേരെ അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ടെമ്പററി ചാർജ് വേരിയേഷൻ എന്നുള്ളത് എന്ത് ചെയ്യും, അത് നമുക്ക് ആ ഒരു സ്റ്റിമുലേറ്റഡ് ഏരിയയിൽ ഉണ്ടായിരുന്ന ആ ചാർജ് വേരിയേഷൻ, ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് ആ ഒരു സ്റ്റിമുലേഷൻ വന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ചാർജ് വേരിയേഷൻ എന്ത് ചെയ്യും, അടുത്ത ഭാഗത്തേക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ചാർജ് ഒക്കെ അടുത്ത ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലേ. സോ ദ ചാർജ് മൂവ് ടു ദ അഡ്ജസ്റ്റന്റ് പാർട്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് നടക്കുന്നത്. റെഡി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ബീക്സ് ഓഫ് ഫിഞ്ചസിന്റെ ബീക്ക് ഉണ്ടല്ലോ ഓൺ ദ ഗാലപ്പഗോസ് ഐലാൻഡ്സ് ഹെൽപ്സ് ദം സർവൈവ്. എക്സ്പ്ലെയിൻ ദിസ് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. അതായത് ഗാലപ്പഗോസ് ദ്വീപുകളിലെ കുരുവികളുടെ കൊക്കിന്റെ വൈവിധ്യം അവയുടെ നിലനിൽപ്പിന് കാരണമായി. ഈ പ്രസ്താവന ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പെടണം, ദ റീസൺ ഫോർ ദ ഡൈവേഴ്സിറ്റി, അവരുടെ ബീക്സിനൊക്കെ ആ ഫിഞ്ചസിന്റെ ബീക്സ് പലതരത്തിലല്ലേ, കൊക്കുകൾ പലതരത്തിലല്ല, അതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ അവരുടെ എങ്ങനെയാണ് സർവൈവലും റീപ്രൊഡക്ഷനൊക്കെ സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതെന്തായിരുന്നു മക്കളെ സംഭവിച്ചത്, അവിടെ നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടാണ് അവരുടെ ആ ഒരു ബീക്കിൽ വ്യത്യാസം വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, the beaks are their main means to obtain food അല്ലേ. കൊക്കുകൾ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കൊക്കുകളാണ് അവയുടെ ഭക്ഷണ സമ്പാദനത്തിനുള്ള പ്രധാന ഉപാധി എന്ന് പറയുന്നത്. ഓക്കെ, ബേർഡ്സ് വിത്ത് ബീക്സ് ആർ സ്യൂട്ടബിൾ ഷേപ്പ് ഓർ സൈസ്, അതായത് നല്ല സ്യൂട്ടബിൾ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് ഉള്ള ബീക്സ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ് ഇൻ ദ എൻവയോൺമെന്റ് വിൽ സർവൈവ്. അതായത് അവരുടെ ചുറ്റുപാടും എന്താണുള്ളത്, കാക്ടസ് ആണെങ്കിൽ കാക്ടസ്, അല്ലെങ്കിൽ എന്താ പറയുക ഇൻസെക്ട്സ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണോ കഴിക്കാൻ പാകത്തിനുള്ളത് ആ പാകത്തിനനുസരിച്ച് അവരുടെ ഫുഡ്, അവരുടെ ബീക്ക് കറക്റ്റായിട്ട് ആ സൈസിനും ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അവർ സർവൈവ് ചെയ്യും. ഇല്ലാത്തവരെന്ത് ചെയ്യും അല്ലേ, ഇല്ലാത്തവരൊക്കെ ഇല്ലാതായി പോകും. ഈ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരെന്ത് ചെയ്യും, അവർ കൂടുതൽ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നതും അല്ലെ, അവരുടെ ഓഫ് സ്പ്രിങ്സിനെയൊക്കെ പുതിയ യങ് വൺസിനെയൊക്കെ ഉണ്ടാക്കുന്നതും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള അവരവരുടെ ഓരോരുത്തരുടെയും എന്ത് ചെയ്യുന്നു, ഓരോരുത്തരുടെയും അവരുടെ അവൈലബിലിറ്റി ഓഫ് ഫുഡിനനുസരിച്ചിട്ട് അവരുടെ ബീക്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ സർവൈവ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, although Darwin's theory of natural selection was criticized because he did not understand the genetic base of variation. നമ്മൾ പറഞ്ഞാണല്ലേ, അദ്ദേഹത്തിന് ജനറ്റിക് ബേസ് ഓഫ് വേരിയേഷൻ ഒന്നും അറിയില്ലായിരുന്നു. ഇറ്റ് ലേറ്റർ ഗെയിൻഡ് വൈഡർ അക്സെപ്റ്റൻസ് അല്ലെ, പിന്നീട് അത് ശരിയായില്ലേ, പിന്നീട് ഭയങ്കര കൂടുതൽ സ്വീകാര്യത നേടി. എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ഓഫ് നിയോ ഡാർവിനിസം. അപ്പോൾ നിയോ ഡാർവിനിസത്തിന്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യം ഒന്ന് പറയണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഡാർവിൻ്റെ തിയറി ഒന്നും എന്താ പറയുക, ആരും അത് സ്വീകരിച്ചില്ല അല്ലേ. കാരണം എന്താണ്, അദ്ദേഹത്തിന് വേരിയേഷൻസിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയില്ല, അത് എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ ആര് വന്നു, നമ്മുടെ മെൻഡൽ വന്നിട്ട് എന്ത് ചെയ്തു,
മെൻ്റലിൻ്റെ ഡിസ്കവറീസ് വന്നതോട് കൂടിയിട്ട് നമ്മുടെ ക്രോമോസോംസ്, ജീൻസ്, അതിനെക്കുറിച്ചുള്ള ധാരണകളൊക്കെ ആൾക്കാർക്ക് വന്നു തുടങ്ങി. അപ്പോൾ മെൻ്റലിൻ്റെ ഡിസ്കവറീസും ഒക്കെ ഒപ്പം കൂടെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേരിയേഷൻസിൻ്റെ കോസസ് അതെന്താണെന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ജനറ്റിക് റീകോമ്പിനേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്തുണ്ടാകുന്ന ജനറ്റിക് റീകോമ്പിനേഷൻ വഴിയാകാം, അല്ലെങ്കിൽ ജീൻ ഫ്ലോ കാരണമാകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂടുതൽ എവിഡൻസ് ഒക്കെ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയോണ്ടോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള കൂടുതൽ അല്ലേ അങ്ങനെയുള്ള ഫർദർ സ്റ്റഡീസ് എന്നുള്ള ഇൻഫർമേഷൻസും കൂടെ കിട്ടുമ്പോൾ എന്ത് ചെയ്തു, അതൊക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ ഡാർവിൻ്റെ തിയറിയുടെ ഒന്നും കൂടെ ഒരു മോഡിഫൈഡ് വേർഷനായിട്ട് ഇറക്കിയതാണ് ഇത് നമ്മുടെ നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിയോ ഡാർവിനിസത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം, മിസ് അവിടെ ഓൾറെഡി എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത് ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഓവർ പ്രൊഡക്ഷൻ, നേരെ പിന്നെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഹിയർ, ഹു പ്രൊപ്പോസ് ദിസ് തിയറി. ഏത് തിയറിയാണ് മക്കളെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? ഏതാണ്? നമ്മുടെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ചാൾസ് ഡാർവിൻ ആണ് അതിൻ്റെ പ്രൊപ്പോസ് ചെയ്ത ആളെന്ന് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയേഷൻ ഇൻ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. അതായത് ഈ വേരിയേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതായത് ഈ വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ് മക്കളെ വ്യതിയാനം ഉള്ളത് എന്താണ്? അതായത് ഫേവറബിൾ വേരിയേഷൻ ഉള്ളവരെന്ത് ചെയ്യും, ആ വേരിയേഷൻ അല്ലെങ്കിൽ മൊത്തത്തിലെല്ലാം കൂടെ ഇല്ലാതായി പോകും അല്ലേ. അവിടെ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക, സർവൈവ് ചെയ്യുക സ്ട്രഗിളിൽ അല്ലേ. അവരെന്ത് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. അവരുടെ ആ വേരിയേഷൻ അടുത്ത നെക്സ്റ്റ് ജനറേഷൻസിലേക്ക് എന്ത് ചെയ്യും, അവരുടെ ആ വേരിയേഷനുള്ള ജീൻസ് എന്ത് ചെയ്യും, അടുത്ത ജനറേഷൻസിലേക്ക് പാസ് ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, അതേഴ്സ് വിൽ ഡൈ അല്ലേ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഈ നശിച്ചു പോവുകയാണ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് വേരിയേഷൻ്റെ ഗുണം എന്ന് പറയുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തത്, അനലൈസ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതേതാ മക്കളെ പിക്ചർ? ഇതേതാണ്? നമ്മുടെ മൈലിൻ ഷീത്താണ് അല്ലേ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഏതാണ്? മൈലിൻ ഷീത്താണ്. ഹൗ ഇസ് ദിസ് പാർട്ട് ഡിഫറെൻറ്റ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം? വ്യത്യാസം ഉണ്ടല്ലേ മൈലിൻ ഷീത്ത്. കാരണം എന്താ, നമ്മുടെ ബാക്കി എല്ലാ സ്ഥലത്തും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ് ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ പറയുന്നതിൻ്റെ ഉള്ളിലൊരു സെല്ലില്ലേ, ഈ ഷ്വാൻ സെൽ എന്ന് പറയുന്ന സെല്ലുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുന്നത്. എവിടെ? യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന സെൽസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് വ്യത്യാസം. ഓക്കെ, ഇനി അടുത്തത്, റൈറ്റ് 3 ഫങ്ഷൻസ് ഓഫ് പാർട്ട്. അതായത് മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് എഴുതാം അല്ലേ. ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു, നമ്മുടെ നറിഷ്മെൻറ്റ് കൊടുക്കുന്നു, ന്യൂറോൺസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ സിനാപ്സിസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് പി റെപ്രസെന്റ്? എന്താണ് മക്കൾ ഇതിൽ പി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്? ഇതെന്താണ്? നമ്മുടെ സിനാപ്റ്റിക് വെസിക്കിൾ ആണ് അല്ലേ. ആ വെസിക്കിൾ ആണ്. വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദ കെമിക്കൽ സീൻ ഹിയർ അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന കെമിക്കൽസിന് ഇതിൻ്റെ ഉള്ളിലൊരു കെമിക്കൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് എന്താ പറയുക, അതിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് പറയുക. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് പറയാം. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേഷകം എന്നാണ് പറയാം അല്ലേ. നാഡീയ പ്രേഷകം എന്നാണ് പറയാം. ഓക്കെ, ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് ടു കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്? ഈ ഭാഗം എങ്ങനെയാണ് നമ്മുടെ നെർവ് ഇമ്പൾസിൻ്റെ സ്പീഡ്, അതായത് നമ്മുടെ ആവേഗങ്ങളുടെ വേഗത, ദിശ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് മക്കളെ കൺട്രോൾ ചെയ്യുന്നത്? അതായത് ഈ പി എന്ന് പറയുന്ന ഭാഗം, അതായത് എന്താണ് നമ്മുടെ ഈ ഒരു സിനാപ്റ്റിക് വെസിക്കിൾ എന്ത് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും അല്ലേ. അത് നേരത്തെ ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് റിലീസ് ചെയ്യും. അതാണ് നമ്മുടെ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അതെന്ത് ചെയ്യും, നേരെ അതൊരൊറ്റ അല്ലേ ആ ഇമ്പൾസ് ഉള്ള ഒരൊറ്റ ഡയറക്ഷനിലേക്ക് പോകുള്ളൂ. അതെങ്ങനെയാണ്, നമ്മുടെ ഇവിടെ നിന്ന് ആക്സോൺ, അതായത് ഈ ഒരു ഭാഗം ഇത് നമ്മുടെ ആക്സോണിൻ്റെ എൻഡാണ് അല്ലേ. സിനാപ്റ്റിക് ഈ ഒരു ആക്സോണിൻ്റെ എൻഡായിട്ടുള്ള സിനാപ്റ്റിക് നോബിൽ നിന്നും അടുത്ത ഡെൻഡ്രൈറ്റിലേക്കാണ് പോകുക. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഈ ഒരു ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, റെഡി? അതായത് എന്താണ് ഈ ഒരു ഒറ്റ ഡയറക്ഷൻ, അതായത് എന്താണ് നമ്മുടെ ഇവിടെ നിന്ന് ആക്സോണിൽ നിന്ന് നേരെ എന്ത് ചെയ്യുന്നു, ഡെൻഡ്രൈറ്റിലേക്കാണ് പോവുക. ഓക്കെ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണ് മൂവ് ചെയ്യുള്ളൂ. അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ദ റേറ്റ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മുടെ ഇവിടെ ഇവർ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ
റിസപ്റ്റേഴ്സ് ഉണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ആ റിസപ്റ്റേഴ്സിന് സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സ്പീഡിൽ ആ സ്പീഡ് ഓഫ് ഇമ്പൾസ് ട്രാൻസിഷൻ്റെ സ്പീഡ് കൂട്ടാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ എൻ്റെ കുട്ടികൾ എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളത്തിലുള്ള ആൻസറും കൂടെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ് മക്കളെ, അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇൻ ഹ്യൂമൻസ് ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ. അതായത് മനുഷ്യന്മാരിൽ ഈ ഭാഗം, അതായത് ഈ പറയുന്ന സിനാപ്സിസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതെന്നാണ്. ഇത് നമ്മുടെ മറ്റേ നിയോ കോർട്ടക്സ് എന്നുള്ള ഭാഗത്താണ് അതിൻ്റെ ശരിക്കുള്ള ആൻസർ വരുന്നത്. അതായത് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അല്ലെ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഈ സിനാപ്സിൻ്റെ എണ്ണമൊക്കെ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, സിനാപ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, കുറച്ചും കൂടെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ അനുഭവങ്ങൾ നേടുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയും നമ്മുടെ മസ്തിഷ്കം എന്ത് ചെയ്യും, കൂടുതൽ കാര്യക്ഷമമാവുകയാണ് ചെയ്യാം. റെഡി, സെറ്റാണല്ലോ, പഠിച്ചല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നമ്മുടെ പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബ്രെയിനിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു വെച്ചോ. ദ പാർട്ട് ദാറ്റ് ഇൻ്റെ ഇതിൽ എന്നിട്ട് ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ദ പാർട്ട് ദാറ്റ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ള ഭാഗം ഏതാണ് നമ്മുടെ സിനാപ്റ്റിക് നോബ്. ഇതാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ള ഭാഗം. ഇനി അടുത്തത് ഷോർട്ട് തിൻ ഫൈബർ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ സെൽ ബോഡി. അതായത് ഇവിടെ നിന്ന് വരുന്ന തിൻ ഫൈബർ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഡെൻഡ്രോൺ. ഇതിൽ നിന്ന് വരുന്ന തിൻ ഫൈബറിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയുക. റെഡി, സെറ്റാണല്ലോ. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. റെഡി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ ദ ഫോസിൽസ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം സപ്പോർട്ട് ദ ഐഡിയ ഓഫ് എവല്യൂഷൻ. ചുവടെ നൽകിയിട്ടുള്ള ജീവികളുടെ ഫോസിലുകൾ ജീവപരിണാമത്തെ എങ്ങനെ സാധൂകരിക്കുന്നു എന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കിയോപ്ടെറിക്സ്, ഡൈനോസേഴ്സ്, ഹോസസ്, അങ്ങനെ 3 ആൾക്കാരാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത് നമ്മുടെ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആർക്കിയോപ്ടെറിക്സ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ, അവർ കണക്റ്റിംഗ് ലിങ്ക് ആണ് അല്ലേ, കാണുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, അതെന്താണ് കണക്റ്റിംഗ് ലിങ്ക് ആണ്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷൻ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ റെപ്റ്റൈൽസും അതേപോലെ തന്നെ നമ്മുടെ ബേർഡ്സും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ആളാണ് ആർക്കിയോപ്ടെറിക്സ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡൈനോസേഴ്സ്, മാമോത്സ്, ഇതിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരുപാട് സ്പീഷീസും അല്ലേ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു, അവരൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയി എന്നുള്ളത് മനസ്സിലാക്കിയത് ഇവരുടെ ആ ഫോസിൽസ് കിട്ടിയതിന് ശേഷമാണ്. ഇനി നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഓർഗാനിസം, പിന്നെ നമ്മുടെ ഹോഴ്സസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ, അതാ ഇവിടെ. ഓക്കെ, അതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോഴ്സസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഷോർട്ട് ലെഗ് ആയിരുന്നില്ല, അതായത് മുന്നേ നോക്കുകയാണെങ്കിൽ ഭയങ്കര കുഞ്ഞു കാലുകളായിരുന്നു അവരുടെ ഫോസിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ. പിന്നീട് വന്ന് അപ്പോൾ ആദ്യത്തെ പൂർവികരൊക്കെ ചെറിയ കാലുകളുള്ള കുതിരകളാണെന്നുള്ളത് നമുക്ക് ആ ഫോസിൽസ് നോക്കിയപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. റെഡി, ഇനി അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബ്രെയിൻ സ്റ്റെമ്മിന് തന്നെ 3 ഭാഗങ്ങളിലെ ഇതെൻ്റെ കുട്ടികൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടില്ല, എന്തായിരുന്നു, നമ്മുടെ മിഡിയിട്ട പൊന്നു മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചാൽ മതി എന്ന് പറയില്ലേ. അതായത് മിഡിയിട്ട എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, നമ്മുടെ മിഡ് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ മിഡ് ബ്രെയിൻ വരും. മിഡിയിട്ട പൊന്നു മേഡം, പൊന്നു എന്ന് പറയുമ്പോൾ ആരാണ്, നമ്മുടെ പോൺസ്. ഓക്കെ, മേഡം എന്ന് പറയുമ്പോൾ വിടില്ല. ഓക്കെ, ഇനി ഇവരുടെ ഫങ്ഷൻസ് ആണ് ഇവിടെ ഈ ഓരോ ഭാഗങ്ങളും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് മക്കളെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റ് ദ മസ്കുലാർ ആക്ടിവിറ്റീസ് ഓഫ് അല്ലേ നമ്മുടെ ഐസ്, ഫേസ്, അതിൻ്റെയൊക്കെ മസ്കുലാർ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ വെന്റിലേഷൻ, നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്ക് നിയന്ത്രിക്കുന്നു. ഇതൊക്കെയാണ് ആരുടെ പണി എന്ന് പറയുന്നത്, നമ്മുടെ പോൺസിൻ്റെ ഫംഗ്ഷൻ. ഇവിടെ വരുന്നത് നമ്മുടെ പോൺസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെഡിൽ ഒബ്ലോങ്കേറ്റഡ് ഫംഗ്ഷൻ ആണ് എന്തൊക്കെ, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതേപോലെ തന്നെ വെന്റിലേഷൻ, വോമിറ്റിങ്, കഫ്, സ്നീസിങ്, അങ്ങനെയുള്ള നമ്മുടെ ഇൻവോളണ്ടറി അല്ലേ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അനൈഷ്ഠിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവരുടെ പണി എന്ന് പറയുന്നത്. റെഡി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് സെറ്റായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ പ്രതീക്ഷിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലേ എല്ലാവർക്കും നല്ല എളുപ്പമായിട്ട് ഉണ്ടാവട്ടെ എക്സാം. ഓൾ ദ വെരി ബെസ്റ്റ്.